CPIM 24-ാം പാർട്ടി കോൺഗ്രസ് ബന്ധത്തെ തള്ളി പശ്ചിമ ബംഗാൾ ഘടകം. കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനോട് അടുക്കുന്നു. പ്രായപരിധി ഗുണം ചെയ്തെന്നും ബംഗാൾ ഘടകം. സ്ത്രീകളുടെ ദൈനംദിന വിഷയങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല എന്ന ചർച്ചയിൽ TNCMയുടെ വിമർശനം. രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറയും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി നയത്തിൽ നിന്നും ഭിന്നമായി കോൺഗ്രസുമായി സഖ്യം രൂപീകരിച്ചതിന് വിമർശനം നേരിട്ട ബംഗാൾ ഘടകം ഇത്തവണ കോൺഗ്രസുമായി അകന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസുമായി അടുക്കുകയാണെന്നും കഴിഞ്ഞ കാലങ്ങളിലേതുപോലുള്ള സഖ്യം സാധ്യമല്ല എന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. പാർട്ടിയുടെ തിരിച്ചുവരവിന് സമയമെടുക്കും. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാലും പാർട്ടിക്ക് നേരിയതെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ബംഗാൾ പ്രതിനിധികൾ ചർച്ചയിൽ അറിയിച്ചു. പ്രായപരിധി നടപ്പാക്കിയത് ഗുണം ചെയ്തെന്നും തൃണമൂലിനേക്കാൾ യുവാക്കളുടെ പാർട്ടിയായി CPIMന് മാറാൻ കഴിഞ്ഞെന്നുമാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബംഗാൾ നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ MA ബേബിക്ക് ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നും ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രതികരിച്ചു. So because there is no discussion at this moment, no rumor at this moment, only it's a part of the party Congress, and on the last day the central committee will be elected. Once the central committee will be elected, the central committee will elect in turn the general secretary. അതേസമയം പ്രാദേശിക തലത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെന്നും സ്ത്രീകളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നും കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച TNCMA വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാകും പ്രകാശ് കാരാട്ട് മറുപടി പറയുക. അതേസമയം ജനറൽ സെക്രട്ടറി ആര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി തുടരുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24.